ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് അനോണിമിറ്റിനെ പറ്റിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ടോർ ബ്രൗസർ വെച്ചിട്ടാണ് ഐ ക്യാൻ ഹൈഡ് ഫ്രം ദീസ് ISP ആൻഡ് അങ്ങനെ ആൾക്കാർ വിചാരിക്കാറുണ്ട് ജസ്റ്റ് ടോർ ബ്രൗസർ ചുമ്മാ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ അതിൻ്റെ ഒരു സീരീസ് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇഫ് ദ കൺട്രി ദാറ്റ് യു ആർ റിസൈഡിങ് ഇൻ, ഇഫ് ദേ ഹാവ് ബ്ലോക്ക്ഡ്, ഞാനൊരു ടോർ ബ്രൗസറിൻ്റെ വെബ്സൈറ്റ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത ഒരു പാക്കേജ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റാളറിൻ്റെ ഇൻറ്റഗ്രിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. ISP വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫയൽ വന്നത്. ഇപ്പോൾ ഒരു ഹൈ സെൻസർഷിപ്പ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് ദ ഗവൺമെൻറ് സീക്രട്ട്ലി സ്പൈങ് ഓൺ അസ്, നമുക്കറിയില്ലല്ലോ, വി ഡോണ്ട് നോ ദാറ്റ്. We need to make sure that the file packages that we are getting from this website is secure. It has not been tampered with. First of all, gettor@torproject.org അതിലേക്കൊരു മെയിൽ അയക്കുക. നമ്മുടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. ഇംഗ്ലീഷ് വെർഷൻ ആയിട്ടുള്ളൊരു ടോർ ബ്രൗസറാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇംഗ്ലീഷ് ആണെന്ന് ജസ്റ്റ് സെൻഡ് ചെയ്യുക. ചിലപ്പോൾ ഒരു 30 seconds വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിപ്ലൈ വരും. ഇതേ വന്നിട്ടുണ്ട്. ഒരു .exe ഫയലും പിന്നെ ഒരു സിഗ് ഫയലാണ്, ഇൻസ്റ്റാളർ ഫയലും പിന്നെ ഒരു സിഗ്നേച്ചർ ഫയലാണ്. ഈ സിഗ്നേച്ചർ ഫയൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് കീ യൂസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ഡെവലപ്പർ ഒരു പബ്ലിക് കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫയൽ, ഈ ഒരു ഇൻസ്റ്റാളർ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ സിഗ്നേച്ചർ ഫയൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു പബ്ലിക് കീ വേണം, ഈ ടോർ ബ്രൗസറിൻ്റെ പബ്ലിക് കീ വേണം. അപ്പോൾ ടോർ പ്രോജക്റ്റ് പബ്ലിക് കീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് കാണുന്നത് വെരിഫൈ ഫോർ ബ്രൗസർ, മാക്സിമം താഴേക്ക് വരുമ്പോൾ വർക്ക് അറൗണ്ട് യൂസിങ് പബ്ലിക് കീ എന്ന് പറഞ്ഞ ഉറപ്പുണ്ട്. യൂസ് ദിസ് പബ്ലിക് കീ, അത് ഞെക്കുമ്പോൾ ഇതാണ് പബ്ലിക് കീ. ഇത് ടോർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പബ്ലിക് കീ ആണ്. അത് നമ്മൾ സേവ് ചെയ്യാണ് കമ്പ്യൂട്ടറിലേക്ക്. ആ ഒരു കീ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. എക്സ്റ്റൻഷൻ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പബ്ലിക് കീ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മറ്റേ സിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. GPG for Windows എന്ന് പറഞ്ഞിട്ടൊരു ടൂള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ ചെക്ക് ചെയ്യണത്. ആ ടൂള് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് GPG for Win എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇങ്ങനെയാണ് അത് വന്നത് ഓപ്പൺ ആക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു പബ്ലിക് കീ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓൾ ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ദി കീ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യണം. ആ ഒരു ഇൻസ്റ്റാളർ. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സിഗ് ഫയൽ, ഇതാണ് ഇൻസ്റ്റാളർ ഫയൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫയൽ നെയിം സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഓഡിറ്റ് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് സിഗ്നേച്ചർ ഫ്രം ടോർ ബ്രൗസർ ഡെവലപ്പേഴ്സ് സൈനിങ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചിങ് ആണ്.